1921 മാപ്പിള സമരത്തെ തുടർന്ന് നവംബർ 19 ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലടക്കാൻ റെയിൽവേയുടെ ചരക്ക് വാഗനിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ ദുരന്തം. മലബാർ കലാപത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ ഏറ്റവും ക്രൂരമായ നരനായാട്ടാണ് വാഗൺ ട്രാജഡി. തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലടക്കാൻ റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ 64 തടവുകാരാണ് അന്ന് ശ്വാസം മുട്ടി മരിച്ചത്. ബ്രിട്ടീഷുകാർക്കും അവർക്ക് കുടപിടിച്ച നാട്ടുപ്രമാണികൾക്കുമെതിരെ പടപൊരുതിയ മലബാറിലെ മാപ്പിളമാർ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ എന്ത് നിഷ്ഠൂരമാർഗവും സ്വീകരിച്ചു. അതിനെ ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായം തന്നെ വിളിച്ചു. 1921 നവംബർ 20 വെള്ളപ്പട്ടാളവും കൂട്ടാളികളും നരനായാട്ട് നടത്തി പിടികൂടിയ തടവുകാരെ അടച്ചിട്ട ചരക്കുവണ്ടികളിൽ ജയിലുകളിലേക്ക് അയച്ചു. കാറ്റും വെളിച്ചവും കടക്കാത്ത സമാന വണ്ടികളിൽ പലപ്പോഴായി ഏകദേശം 300 മാപ്പിള തടവുകാരെ മിലിറ്ററി ക്യാമ്പുകളിൽ എത്തിച്ചതായി വാഗൺ ട്രാജഡി വിചാരണവേളയിൽ തെളിഞ്ഞതാണ്. 2000-ഓളം സമരക്കാരെ 32 തവണയായി ആൻഡമാനിലേക്കും കോയമ്പത്തൂരിലേക്കും പല ഘട്ടങ്ങളിൽ നാടുകടത്തി. കേണൽ ഹംഫ്രിബ്, സ്പെഷ്യൽ ഓഫീസർ ഇവാൻസ്, ജില്ലാ പട്ടാള മേധാവി ഹിച്ച്കോക്ക്, ആമു സൂപ്രണ്ട് മലബാറിനെ വരുതിയിലാക്കാൻ കളം നിറഞ്ഞവർ. നവംബർ 10 മുതൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും മലബാർ കലാപത്തിൻ്റെ പേരിൽ നിരവധി പോരാളികളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മലബാറിലെ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞു. അധിക പേരെയും കള്ളക്കേസ് ചമച്ചായിരുന്നു പോലീസ് പിടികൂടിയത്. പുലാമന്തോൾ പാലം പൊളിച്ചെന്നായിരുന്നു വാഗണിലടച്ചവരിൽ ചുമത്തിയ കുറ്റം. നവംബർ 20 കുറ്റം ചെയ്തവരോ അല്ലാത്തവരോ ആയ 100ഓളം തടവുകാരെ MSNM റെയിൽവേയുടെ 1711 നമ്പർ വാഗണിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂർക്ക് അയക്കുകയാണ്. വെള്ളമോ വെളിച്ചമോ വായുവോ ഇല്ലാത്ത മണിക്കൂറുകൾ. തിരൂർ സ്റ്റേഷൻ വിട്ടപ്പോൾ തന്നെ ദാഹിച്ചു വരണ്ടും പ്രാണവായുവിനായും മരണവപ്രാളം തുടങ്ങി. ആ നിലവിളികളൊന്നും കാവൽ പോലീസ് വകവച്ചില്ല. വണ്ടി ഷൊർണൂരും ഒലവക്കോട്ടും അല്പസമയം നിർത്തി. അപ്പോഴും ആ ധീനരോദനം പട്ടാളം കേട്ടതായി നടിച്ചില്ല. പുലർച്ചെ തമിഴ്നാട്ടിലെ പോത്തന്നൂരിലെത്തി. വാഗൺ തുറന്നപ്പോൾ കണ്ടത് മരണവപ്രാളത്തിൽ പരസ്പരം മാന്തിപ്പൊളിച്ചും കെട്ടിപ്പിടിച്ചും വിറങ്ങലിച്ചു കിടന്ന 64 മൃതദേഹമാണ്. അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതോടുകൂടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. മലബാർ സ്പെഷ്യൽ കമ്മീഷണർ AR നാബ് ചെയർമാനും മദിരാശി റിട്ടയേർഡ് പ്രസിഡന്റ് മജിസ്ട്രേറ്റ് അബ്ബാസ് അലി, മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു, അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിക്കായിരുന്നു അന്വേഷണ ചുമതല. വാഗൺ നിർമ്മിച്ച കമ്പനിക്കാരും അത് ഏൽപ്പിച്ചു കൊടുത്ത ഇൻസ്പെക്ടറുമാണ് കുറ്റക്കാർ എന്ന് റിപ്പോർട്ട് വന്നു. അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് റെയിൽവേ സർജൻ ആൻഡ്രൂസ്, ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ എന്നിവരെ പ്രതിയാക്കി മദിരാശി ഗവൺമെൻറ് കേസെടുത്തെങ്കിലും കോടതി 2 പേരെയും വെറുതെ വിട്ടു.